മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ജീവിതത്തില് ലക്ഷ്യമിടേണ്ടത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനാണ്. പക്ഷേ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ വിദേശത്തുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ പറയാറുണ്ട്, യഥാർത്ഥത്തിലുള്ള ഓണം വിദേശത്താണ്, നമ്മുടെ നാട്ടിലല്ല. അത് ഈ അടുത്ത കാലത്തും പലരും പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, രണ്ട് സ്ഥലത്തും ഓണമുണ്ട്. ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ വിദേശത്ത് ഓണം ആസ്വദിച്ചാഘോഷിക്കുന്നു, കേരളത്തിലുള്ളവര് ഓണം ആഘോഷിക്കുന്നു, വലുതായിട്ട് ആസ്വദിക്കുന്നില്ല. ആ ഓണത്തിന് വേണ്ടിയുള്ള ഒരു പാച്ചിലാണ് കേരളത്തിലെ ഓണാഘോഷം. പുതിയ വണ്ടി മേടിക്കണം, അതിൻ്റെ ടെൻഷൻ. ഏത് മേടിക്കണം, അതിൻ്റെ ടെൻഷൻ. പുതിയ മൊബൈൽ മേടിക്കണം, പഴയത് വെറുതെ വേസ്റ്റ് ആവുമല്ലോ എന്നുള്ള ടെൻഷൻ. ആരൊക്കെയോ വരും, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്നുള്ള ടെൻഷൻ. അവർ വന്നു കഴിഞ്ഞാൽ പല കുത്തുവാക്കുകളും നെഗറ്റീവ് വരികളും അറിഞ്ഞും അറിയാതെയും പറയും. അടുത്ത കാലത്ത് എൻ്റെ ഒരു അടുത്ത ബന്ധു 35 വർഷങ്ങൾക്ക് മുമ്പ് വരെയും നമ്മളെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എല്ലാം ചെയ്തിരുന്നൊരു ബന്ധു ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവര് ഈ തിരുവനന്തപുരത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്രയ്ക്ക് പോയി. അതിലെ ഒരാള്, ആ വന്ന ഗ്രൂപ്പില് ഒരാള് വളരെ കാഷ്വലായിട്ടാണെങ്കിലും പറഞ്ഞു, മറ്റുള്ളവരെയൊക്കെ പ്രസംഗിച്ച് നന്നാക്കാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രമായില്ല, വീട്ടിലെ കാര്യങ്ങളും കൂടി നോക്കിയാലേ നന്നാവുള്ളൂ എന്ന്. യഥാർത്ഥത്തില് ഞാൻ ആരെയൊക്കെ എന്തൊക്കെ ഉപദേശിക്കുന്നുണ്ടോ, ഞാൻ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ പകർത്താത്തത് ഞാൻ ഉപദേശിക്കാറില്ല, പറയാറില്ല, വിവരിക്കാറില്ല, പ്രഭാഷണം നടത്താറില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ബുദ്ധിമുട്ടുള്ളതും ഞാൻ പറയാറില്ല, ഉപദേശിക്കാറില്ല. പക്ഷേ ഈ 10-35 വയസ്സ് വരെ നിരന്തരം ബന്ധപ്പെടുന്നൊന്നുമില്ലെങ്കിലും ഇടയ്ക്ക് കാണുമ്പോഴോ അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിക്കുമ്പോഴോ നല്ലത് പറഞ്ഞിരുന്ന ആ വ്യക്തി ഈ ഒരു കുത്തുവാക്ക് മാതിരി പറഞ്ഞപ്പോൾ ഈ 35 വർഷം ആ വ്യക്തിയോടും അവരുടെ കുടുംബത്തോടും തോന്നിയിരുന്ന ആ സ്നേഹ ബഹുമാനങ്ങൾ അങ്ങ് തകർന്നുപോയി. അറിയാതെയാണ് അത് പറഞ്ഞതെന്ന് വിശ്വസിക്കാനും സാധിക്കില്ല, മനഃപൂർവമല്ല അത് പറഞ്ഞത് എന്ന് പറയാനും സാധിക്കില്ല. ഇത് ഞാൻ പറഞ്ഞത് വിഷയത്തിൽ നിന്ന് മാറിപ്പോയതല്ല. ശരിക്കും ജീവിതത്തില് ഓരോ മിനിറ്റും വിദേശത്തുള്ള മലയാളികൾ ഓണം ആസ്വദിക്കുന്നു, സ്വദേശത്തുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. പക്ഷെ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആസ്വദിച്ചുകൊണ്ട് ചെയ്തു എന്ന് വിചാരിക്കുക, അതൊരു രസ. ചെറിയ ചെറിയ ചെടികൾ നടുമ്പോൾ ആസ്വദിക്കുക, അത് വളരുന്നത് കാണുമ്പോൾ ആസ്വദിക്കുക, നമ്മുടെ വീട് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കുമ്പോൾ ആസ്വദിക്കുക. ഞങ്ങൾ റോട്ടിലൂടെ പോകുമ്പോൾ ചെറിയ ഹോട്ടലിൽ കയറിയിട്ടാണ് ഭക്ഷണം കഴിക്കുക. കാരണം ഒരു കുടുംബാന്തരീക്ഷത്തിൽ 2-3 ചെറിയ സ്ത്രീകൾ ആ വീട്ടിലെ അമ്മയും മക്കളും മരുമക്കളും ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കുക. വളരെ ചെറുത ഒരു ഫാമിലി അന്തരീക്ഷത്തിലുള്ള ഭക്ഷണം, ചെറിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക, ചെറിയ ചെറിയ വർക്കുകൾ കുറേ അധികം ചെയ്യുക. നമ്മുടെ സ്കൂളില് ഇപ്പൊ കുട്ടികളെ മാസത്തില് 1 മണിക്കൂർ കാർപ്പൻട്രി പഠിപ്പിക്കുന്നുണ്ട്, 1 മണിക്കൂർ മെയ്സണറി ആശാരിപ്പണി പഠിപ്പിക്കുന്നുണ്ട്, 1 മണിക്കൂർ പെയിന്റിങ് പഠിപ്പിക്കുന്നുണ്ട്, 1 മണിക്കൂർ ശരിക്ക് ഇലക്ട്രിക്കൽ വർക്ക് പഠിപ്പിക്കുന്നുണ്ട്, 1 മണിക്കൂർ ഹൗസ് കീപ്പിംഗ് പഠിപ്പിക്കുന്നുണ്ട്, വീട് എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ളത്.
1 മണിക്കൂർ ബിഹേവിയർ പാറ്റേൺ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും വേദം പഠിപ്പിക്കുന്നുണ്ട്. ഈ കാർപ്പൻട്രി, മെയ്സൺറി വർക്ക്, പെയിന്റിങ്, കുക്കിംഗ് ഉണ്ട്. ചായ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ കുട്ടികളുടെ താല്പര്യം പലപ്പോഴും 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലെ കുട്ടികൾ ഇന്നത്തെ തലമുറ ഇതിനോടൊന്നും യോജിപ്പ് കാണിക്കില്ല എന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷെ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അവരെ വീട്ടിൽ ചെന്നിട്ട് പ്ലംബിംഗ് ഒക്കെ ചെയ്യുന്നു. ടീയിലായിട്ട് ബെൻഡില് എൽബോയിലൊക്കെ യോജിപ്പിക്കുക, ഗം ഉപയോഗിച്ച് ഒട്ടിക്കാതെയും ഒട്ടിച്ചും ഒക്കെ പഠിക്കുക, ടാപ്പ് ഫിറ്റ് ചെയ്യാൻ പഠിക്കുക. ദീസ് ആർ ഓൾ സ്മോൾ തിങ്സ് വിച്ച് ആർ ബ്യൂട്ടിഫുൾ. നമ്മൾ വലിയ വലിയ പുസ്തകം മുഴുവനും പഠിക്കുന്നതിന് പകരം അതുണ്ട്, അത് വേണം, അത് CBSE സ്കൂളിന് ആവശ്യമാണ്. പക്ഷെ നമ്മളുടെ മക്കളെയും ഇതുമാതിരിയുള്ളതെന്ന് പഠിപ്പിച്ചു എന്ന് വിചാരിക്കുക. ശരിക്കൊരു ടാപ്പ് ഫിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഓസിട്ട് വേറൊരു സ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോകാനോ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇലക്ട്രിക്കൽ കാര്യങ്ങൾ ധാരാളം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാമല്ല, ചില കോൺക്രീറ്റ് ഇടാനും ചില മെയ്സൺറി വർക്ക് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട് മറ്റുള്ളവരെ കൊണ്ട് വൃത്തിയാക്കുന്നതിന് പകരം ചിലതൊക്കെ നമ്മൾ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ കുറേയൊക്കെ നമ്മൾ കഴുകുന്നത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളുടെ ഡ്രസ്സ് കഴിയുന്നത്രയും, എല്ലാമല്ല, വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീട്ടിലാണെങ്കിൽ നമുക്ക് കുറേ കാലൊക്കെ. ഇങ്ങനെ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. നമ്മൾ വലിയ പച്ചക്കറി കടയിൽ ചെന്ന് പച്ചക്കറി വാങ്ങുന്നതിന് പകരം റോഡ് സൈഡിൽ ഇരിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുണ്ട്, വളരെ പാവപ്പെട്ടവര്. അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇത് മൊത്തം വിറ്റാല് 100 രൂപയെ കിട്ടുള്ളൂ. അതിൽ അവരുടെ ലാഭം എന്ന് പറയുന്നത് 10ഓ 20ഓ രൂപയാണ്, അല്ലെങ്കിൽ 30 രൂപയാണ്, 50 രൂപയാണെന്ന് തന്നെ വിചാരിക്കാം. അവരുടെ അടുത്തുനിന്ന് വെജിറ്റബിൾ വാങ്ങിക്കാം. ചെറിയ കടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള നല്ല സാധനങ്ങൾ വാങ്ങിക്കാം. നല്ല സാധനങ്ങൾ ഏത് ചെറിയ കടയിലാണ് കിട്ടുന്നതെന്ന് നോക്കാം. ആ ചെറിയ വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കുന്ന സഹായം വലിയ ഒരു സൂപ്പർ സ്റ്റോറിൽ പോയിട്ട് പലതും വഹിക്കുന്നതിനേക്കാളും നല്ലതാണ്. ചെറിയ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാം. ചെറിയ പെട്ടിക്കടയിൽ നിന്ന് നല്ല ചായയാണെങ്കിൽ അവിടെ നിന്ന് കുടിച്ചു നോക്കാം. ചെറിയ പലവഞ്ഞന കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു നോക്കാം. എന്ത് ഗംഭീരായിരിക്കും. ഈവൻ ബാർബർ ഷോപ്പിൽ പോകുമ്പോഴും ചെറിയ ഷോപ്പിൽ നല്ല രീതിയിൽ ചെയ്യുന്നതും നല്ല രീതിയിൽ ലഭിക്കുന്നതും വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ ചെറിയ കടയിൽ തന്നെ വാങ്ങിക്കണം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നല്ല സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ വാങ്ങിച്ചു നോക്കാം. വാഴപ്പിണ്ടിയുണ്ട്, വാഴത്തടയുണ്ട്, കൊടപ്പനുണ്ട്, വാഴക്കൂമ്പുണ്ട്, ചേമ്പിൻ്റെ തണ്ട്, മുരിങ്ങയില, സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ, കോസ്റ്റ്ലി അല്ലാത്ത വെജിറ്റബിൾ, അത് വാങ്ങിച്ചു നോക്കാം. റോട്ടിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ചിലര് ചെറിയ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. കുറച്ചേ ഉണ്ടാവുള്ളൂ. ഞാൻ മത്സ്യവും ഇറച്ചിയുടെയും കാര്യമല്ല പറയുന്നത്. കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. ഒരു 10 കടച്ചക്ക വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ വാങ്ങിച്ചു നോക്കാം. അല്ലെങ്കിൽ പൈനാപ്പിൾ വെച്ചിട്ടുണ്ടാവും 10ഓ 20ഓ എണ്ണം. കുറച്ച് പാവയ്ക്ക വെച്ചിട്ടുണ്ടാവും. അത് വാങ്ങിച്ചു നോക്കാം. അവർക്കും അതൊരു വലിയ സന്തോഷമായിരിക്കും, നമുക്കും വലിയ സന്തോഷമായിരിക്കും. ജീവിതത്തിൽ എന്നും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആ കാര്യം ചെയ്യണമെന്ന് ചിന്തിക്കാനും, ആ കാര്യം ചെയ്യുന്നത് തുടങ്ങാനും, ആ കാര്യം ചെയ്ത് തീർക്കാനും, അത് ആസ്വദിക്കാനും നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ അതേപോലെ വലിയ കാര്യം പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ കാര്യങ്ങൾ പഠിക്കാൻ, ചായ ഉണ്ടാക്കാൻ പഠിക്കാം, സാമ്പാർ ഉണ്ടാക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാം, പാത്രം കഴുകാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാം. ഇതൊക്കെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാവുന്നതിൽ എണ്ണി പറയാവുന്ന കാര്യങ്ങളാണ്. 1, 2, 3, 4, 5 എന്ന് എണ്ണി പറയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾക്ക് സാധിക്കുന്നിടത്തോളം ചെറിയ കാര്യങ്ങൾ, ടാക്സി പിടിച്ചു പോകുന്ന സ്ഥലത്ത് ഓട്ടോ പിടിച്ചു പോയാൽ ആ ഓട്ടോക്കാരന് അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ടാക്സിക്കാരനേക്കാൾ ഒരു പക്ഷേ പാവപ്പെട്ടവനായിരിക്കാനാണ് സാധ്യത ഓട്ടോക്കാരൻ. എല്ലാ കാര്യത്തിലും അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വലിയ കമ്പനിയുടെ ടാക്സി എടുക്കുന്നതിന് പകരം ചെറിയ വ്യക്തിയുടെ ടാക്സി എടുത്ത് നോക്കാം. ചീപ്പായിട്ട് കിട്ടുമെങ്കിൽ മതി. എല്ലാവരും സിംഗിൾ ഇൻഡിവിജ്വലിൻ്റെ എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് ലഭിക്കുമെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കാം. നല്ല രസമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് പോലും പരോപകാരാർത്ഥമിതം ശരീരം, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും. അതേപോലെ ഒരു വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, ശരിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്ത് കോയമ്പത്തൂരുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ 70ാം ജന്മവാർഷികത്തിന് അദ്ദേഹം നല്ല
സദ്യ കൊടുക്കാൻ തീരുമാനിച്ചു. വളരെ വിപുലമായ രീതിയിൽ. എന്നിട്ട് ആരെയും വിളിച്ചിട്ടില്ല. വിളിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു എന്താ ചെയ്യേണ്ടത്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാം, വിഭവ സമൃദ്ധമായ സദ്യ വീട്ടിൽ ഇഷ്ടം മാതിരി തിന്നാനുള്ളവർക്ക് കൊടുക്കുന്നതിന് പകരം കോയമ്പത്തൂർ ധാരാളം ചേരി പ്രദേശമുണ്ട്. നിങ്ങൾ കുറച്ച് പേരെ ഈ അച്ഛൻ്റെ 70ാം ജന്മവാർഷികത്തിന് വളരെ പാവപ്പെട്ടവരെന്നറിയുന്ന കുറച്ചു പേരെ വരുത്താൻ ശ്രമിക്കാം. അവർക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് നിറച്ച് ഭക്ഷണം, വളരെ വിഭവങ്ങൾ കൂട്ടുമൊന്നും വേണ്ട, അത് നിങ്ങൾ തന്നെ അവിടെ പാകം ചെയ്യാൻ സാധിക്കുമെങ്കിൽ പാകം ചെയ്യുക. എന്തായാലും ഇഷ്ടംമാതിരി സ്ഥലമുള്ള ആളാണ്, അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഷ്ടംമാതിരി പാവപ്പെട്ടവരുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളവരും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്. അപ്പൊ അവരെ വിളിച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഭക്ഷണവും ഒരു ഗ്ലാസ്സിൽ വെള്ളവും കൊടുക്കാം. ഒരു ചെറിയ കപ്പ്, സ്റ്റീൽ കപ്പിൽ ഒരു കറിയും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസും കപ്പും അവരോട് കൊണ്ടുപോയിക്കൊള്ളാൻ പറയാം. നിങ്ങളുടെ അച്ഛൻ 70 വയസ്സായിട്ട് ഇനി ഒരു 700 വർഷം കൂടി ജീവിച്ചാലും ആ സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസും കപ്പും തേഞ്ഞു പോവില്ല. അനാദികാലം ആ 3 സാധനവും അവരുടെ വീട്ടിലുണ്ടാവും. അവർ കഴിച്ച ചോറ് നാളെ രാവിലെ അതിൻ്റെ ആവശ്യമുള്ളതെടുത്ത് ബാക്കിയുള്ളത് പുറത്തേക്ക് പോകും. അപ്പൊ കൊടുത്ത ചോറ് ആസ്വദിക്കാനും ആ ചോറ് കൊടുത്ത പാത്രം എന്നത്തേക്കും ആസ്വദിക്കാനുമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പലപ്പോഴും ഒരാളുടെ കല്യാണം നടത്താൻ 2 ലക്ഷം രൂപ കൊടുക്കുന്നതിന് പകരം തർക്കേടില്ലാത്ത ഒരു ഓട്ടോറിക്ഷ ഈ 35,000 40,000 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് കിട്ടുമെങ്കിൽ 4 പേർക്ക് കൊടുക്കാം. ആ കല്യാണം നടത്തുമ്പോൾ സമയത്ത് 2 ലക്ഷം ചെലവാക്കിയത് അപ്പം തീരും. പക്ഷേ ആ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാനുള്ള സംവിധാനം ഒരാൾക്ക് കൊടുത്താൽ അയാൾ എന്നെന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാം. ബീയിങ് ഡിഫറൻറ്റ്, വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ പഠിച്ചാൽ എന്തൊരു അത്ഭുതമായിരിക്കും. നമ്മുടെ അമ്പലങ്ങളിലെല്ലാം ഈ ഇലയിട്ട് ചോറ് വിളമ്പുന്നതിന് പകരം നല്ല സ്റ്റീൽ പ്ലേറ്റ് വാങ്ങിച്ചു വയ്ക്കുക. ആരോടെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറഞ്ഞാൽ അത് സ്പോൺസർ ചെയ്യും. ആ സ്റ്റീൽ പ്ലേറ്റ് കഴുകി കൊണ്ടുവന്ന് അവരോട് തന്നെ താനെ ഭക്ഷണം വിളമ്പി, ആവശ്യത്തിന് വിളമ്പി ആ സ്റ്റീൽ പ്ലേറ്റ് ഇതാക്കി വെക്കാൻ പറയാം, കഴുകി വെക്കാൻ പറയാം, ക്ലീനാക്കി വെക്കാൻ പറയാം. ഭക്ഷണം പാകം ചെയ്യാനും അവരോട് സഹായിക്കാൻ പറയാം, വിളമ്പാനും അവരോട് സഹായിക്കാൻ പറയാം, ആ പാകം ചെയ്ത പാത്രം കഴുകാനും അവരോട് തന്നെ പറയുക. അങ്ങനെ നമ്മൾ ചെയ്യിക്കുന്ന ചെറിയ 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 കാര്യങ്ങൾ കൊണ്ട് എത്ര വലിയ ലക്ഷ്യമാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത് എന്ന് കൂടി ഓർമ്മിക്കുക. അങ്ങനെ നമ്മൾ ഒരു ചെറുത് 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 അതിൽ നിന്ന് വലുത് 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 എന്നതിലേക്ക് പോകാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.